നിങ്ങൾ മനസ്സിലാക്കണം. വസ്തുത വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഡേറ്റ് പറയും. 17 ഈ ഓഗസ്റ്റ് 17-ാം തീയതി ഇവിടെ നിന്ന് 18,000 ഉറുപ്പ്യ കൊടുത്ത് കെൽവിനേറ്ററിന്റെ ഫ്രിഡ്ജ് വാങ്ങി. പാർട്ടിയുടെ പൈസ കൊടുത്തിട്ടാണ് വാങ്ങിയത്. സുൽത്താൻപേട്ട LP സ്കൂളിലെ 5, 6, 7, 8 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലും മറ്റ് സാധനം വെക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജ് വാങ്ങിയത്. ഞങ്ങളുടെ പാർട്ടിയുടെ പണം കൊടുത്തിട്ട് 15 ദിവസം കഴിഞ്ഞപ്പോൾ കേടുവന്ന് വർക്ക് ചെയ്യണില്ല. സംശയം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇപ്പൊ പോകുക. സുൽത്താൻപേട്ട ഗവൺമെന്റ് LP സ്കൂളിലെ ചെറിയ കുട്ടികൾക്ക് കുടിക്കാനുള്ള പാല് വെക്കാൻ വേണ്ടി ഫ്രിഡ്ജ് വാങ്ങിയിട്ട് 15 ദിവസം കഴിഞ്ഞപ്പോൾ കേടുവന്നു. ഇവനെ വിളിച്ച് പറഞ്ഞപ്പോ ഇവിടെയൊന്നുമില്ല, നിങ്ങൾ കെൽവിനേറ്റർ കമ്പനി പോകുന്നു. കെൽവിനേറ്റർ കമ്പനിയുടെ ഫ്രിഡ്ജിനകത്ത് വെച്ച് വിറ്റിട്ട് ഞങ്ങൾ കെൽവിനേറ്റർ കമ്പനി നല്ല വാങ്ങിയത്. ഞങ്ങൾ ഇവിടുന്നാണ് വാങ്ങിയത്. ഇവിടുന്ന് വാങ്ങിയ ഫ്രിഡ്ജ് 12-ാം ദിവസം കേട് വന്നിട്ട് ആവശ്യപ്പെട്ടിട്ട് നന്നാക്കി തരാൻ പറ്റണില്ല. അതിന്റെ പൈസ ഞങ്ങൾ പൈസ താ, ഞങ്ങൾ പോകാം. വേറെ ഫ്രിഡ്ജ് തരാൻ നിനക്ക്. ഈ കെൽവിനേറ്റർ ഫ്രിഡ്ജിന് പകരം അതിനേക്കാൾ മോശം ഫ്രിഡ്ജാണ് ഇവൻ തരണമെങ്കിലോ ഞങ്ങൾ പൈസ തരും. ഞങ്ങൾ വേറെ ഫ്രിഡ്ജ് വാങ്ങിക്കോളാം. പൈസ തരാൻ പറ്റില്ല. വേറെ എങ്കിലും ഫ്രിഡ്ജിന്റെ അത് തരാമെന്ന് ന്യായമാണോ ഇത്? സുൽത്താൻപേട്ട ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾക്ക് പാലും ഭക്ഷണ സാധനം വെക്കാനായി ഡബിൾ ഡോർ ഫ്രിഡ്ജ് പാർട്ടിയുടെ പൈസ കൊടുത്തിട്ട് 142 ബ്രാഞ്ചുള്ള ഇവൻ മുതലാളി. ഇവൻ കഴിഞ്ഞ ആഴ്ച 50 കോടി ഉൾപ്പെടെ വിമാനം വാങ്ങിയിട്ടുണ്ട്. 50 കോടി ഉൾപ്പെടെ വിമാനം. ഇങ്ങനെ പറ്റിയിട്ടല്ലേ ഉണ്ടാക്കുന്നത്? ചോദിക്കട്ടെ നാട്ടുകാര്. ഇത് കണ്ട സമയത്തെ എന്താണ് ഇദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരു വേഗ് മക്കൾക്കുള്ള പാലും മുട്ടയും. അത് മക്കളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പതി അല്ലെങ്കിൽ കിട്ടുമെന്നുള്ള ഒരു തോട്ടാണ് ഇദ്ദേഹം മനസ്സിലായി. മൈജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാമ്രാജ്യം, അങ്ങനെ വേണം അതിനെക്കുറിച്ച് പറയാൻ. അതങ്ങ് വെറുതെ ഉണ്ടായതല്ല പ്രിയപ്പെട്ട ബ്രദർ. എന്താ പറയാനുള്ളത് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള മിസ്റ്റേക്കുകൾ. ഇലക്ട്രോണിക് സാധനം എപ്പോൾ നിൽക്കും എപ്പോൾ വർക്ക് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. അവർ മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റിത്തരും. റീഫണ്ട് ഓപ്ഷനൊക്കെ എന്നോ നിന്ന് പോയതാ. അതൊന്നും കാരണവർക്ക് അറിയില്ല എന്നാണ് മനസ്സിലായത്. വളരെ മോശം. ഈ രീതിയിലുള്ള സംസാരിക്കാൻ മാത്രം മൈജി ഒന്നും ചെയ്തിട്ടില്ല.